കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നെയ്ബർ മേഴ്സി ചേച്ചി തന്ന ചക്കയാണിത്. ഈ വർഷം ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ ചക്ക. കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ പുരട്ടിയതിനു ശേഷം ഈ ചക്ക ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് പുട്ട് പുഴുങ്ങാനുള്ള പ്ലാനാണ്. നല്ല മണവും നിറവും ഗുണവും മധുരവും ഒക്കെ ഉള്ള അടിപൊളി ചക്ക കിട്ടിയ ആക്കാന്തത്തില് ഞങ്ങൾ കുറച്ച് ചുളയൊക്കെ പിച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഇത് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തോന്നൽ വന്നത്. ഇപ്പൊ സമയം വൈകുന്നേരം ഒരു 7-7:30 ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. എന്നാൽ പിന്നെ അത്താഴം കഴിക്കാനായിട്ട് പുട്ട് പുഴുങ്ങിയാലോ എന്ന് കരുതി. ഗോതമ്പ് പുട്ടോ അരിപ്പുട്ടോ റവപ്പുട്ടോ ഒന്നുമല്ല, ഓട്സിന്റെ പുട്ട്. 2-3 ദിവസം കൊണ്ട് ഇവിടെ രാവിലെയും വൈകുന്നേരം ഒക്കെ ഓട്സിന്റെ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇന്ന് ഓട്സിന്റെ കൂടെ ചക്കയൊക്കെ നല്ലതുപോലെ അരിഞ്ഞു ചേർത്തോ അല്ലെങ്കിൽ അരച്ചു ചേർത്തോ ഓട്സ് ചക്കപ്പുട്ട് ഉണ്ടാക്കാന്ന് കരുതി. പുട്ടിന് ആവശ്യമുള്ള ചക്കച്ചുള ഞാൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുവാണ്. ഒത്തിരി ഇങ്ങനെ പേസ്റ്റ് പോലെ അരയാതെ എല്ലാം ഒന്ന് നുറുങ്ങി ചതഞ്ഞ പരുവത്തിലാണ് കിട്ടേണ്ടത്. സത്യത്തിൽ ഞാൻ ഈ ചക്കപ്പുട്ട് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഓട്സിന്റെ കാര്യത്തിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എല്ലാം ഒരു മനക്കണക്കാണ്. മനസ്സിലൊരു ഐഡിയ ഇങ്ങനെ സങ്കല്പിച്ച് ചെയ്യുവാണ്. സാധാരണ പുട്ടിനേക്കാളും നനവ് കുറച്ച് മതി ഓട്സ് കൊണ്ട് നമ്മൾ പുട്ടുണ്ടാക്കുമ്പോഴത്തേക്ക്. ഈ ചക്ക ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്കയിലുള്ള നനവും അതുപോലെ തന്നെ തേങ്ങ തിരിങ്ങിയത് ചേർക്കുവാണെങ്കിൽ തേങ്ങയിലുള്ള നനവും. അഡീഷണൽ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട. ഇനി വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൈ ഇങ്ങനെ നനച്ച് തളിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചതച്ചെടുത്ത ചക്കയിലോട്ട് ഞാൻ ആദ്യമേ ഓട്സ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഉപ്പ് കൂടെ വിതറിയിട്ട് ചക്കയും ഓട്സും കൂടെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുവാണ്. ചതച്ചു കൊണ്ടുവന്ന് വെച്ച ചക്കയുടെ ഒരു ഭാഗം ഞാൻ മറ്റൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പാർട്ടായിട്ട് നമുക്ക് നനവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്ന് വിചാരിച്ചു. പെട്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ചക്ക നന്നായിട്ട് അരഞ്ഞു പോയോ എന്ന് തോന്നും. പക്ഷെ നന്നായിട്ട് ചതഞ്ഞ വരുവാണ് കേട്ടോ. ഇപ്പൊ തന്നെ ഏകദേശം ചക്കയും ഓട്സും ഒക്കെ കൂടെ നല്ലപോലെ നനഞ്ഞ് നല്ല പാകത്തിനായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള തേങ്ങ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പുട്ട് പുഴുങ്ങാനുള്ള കറക്റ്റ് പരുവത്തിന് കിട്ടും. ഞാനിവിടെ കുറ്റിപ്പുട്ടല്ല ഉണ്ടാക്കുന്നത്, ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുക്കറിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് വിസിൽ മാറ്റിയതിനു ശേഷം ഒഴിച്ചു വെച്ചിരിക്കുന്ന ഈ ചക്കയുടെയും ഓട്സിന്റെയും മിക്സ് ഈ ഒരു ചിരട്ടയുടെ മോൾഡിലോട്ട് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. പുട്ടിന്റെ ഈ മിക്സിന് കുറച്ചുകൂടെ നനവ് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ഓരോ തവണ എടുക്കുമ്പോഴും കൈ ഒന്ന് നനച്ച് വെള്ളം ഒന്ന് നനച്ച് തളിച്ചു കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഈ പുട്ട് പുഴുങ്ങാനുള്ള പാത്രത്തിലോട്ട് ആക്കി കൊടുക്കുന്നത്. നല്ല മധുരമുള്ള ചക്ക ആയതുകൊണ്ട് ഞാൻ അഡീഷണൽ മധുരം ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ. പുട്ട് നനയ്ക്കുമ്പം എങ്ങാനും നനവ് കൂടിപ്പോയി സംഭവം പാളിപ്പോയാൽ എന്റെ കയ്യിൽ ഒരു പ്ലാൻ ബി കൂടെ ഉണ്ടായിരുന്നു. കുറച്ച് പഞ്ചസാരയും കുറച്ച് പാലും കൂടെ ചേർത്ത് ഇതങ്ങ് കുറുക്കിയെടുത്ത് കുറുക്കായിട്ട് കഴിക്കാമെന്ന്. ഏലക്കപ്പൊടിയും കുറച്ച് നെയ്യ് കൂടെ ഇട്ട് കൊടുത്താൽ ഇത് ഓട്സിന്റെ ചക്കപ്പായസം ഒന്ന് പേരിടാമെന്ന് കൂടെ വിചാരിച്ചു. പക്ഷെ എന്തായാലും അങ്ങനെ ഒന്നും വേണ്ടി വന്നില്ല. നമ്മുടെ ഓട്സിന്റെ ചക്കപ്പുട്ട് അടിപൊളിയായിട്ട് റെഡിയായി കേട്ടോ. അപ്പൊ ഈ പുട്ട് കഴിക്കാനായിട്ട് എനിക്ക് കറിയോ പഴവോ അങ്ങനെ എന്തെങ്കിലും സൈഡായിട്ട് വേണമെന്നില്ല. പാചക കാര്യത്തിൽ കുറച്ച് ക്ഷമയും അതുപോലെ തന്നെ കണക്കൂട്ടലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഒരു ഔട്ട്പുട്ട് കിട്ടും. പുട്ടിന്റെ കൂടെ കറിയുടെ ആവശ്യമില്ല. എന്തായാലും പഴം വേണമെന്ന് വിചാരിച്ചു. പഴം ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം പാല് കാച്ചി ഹോർലിക്സ് ഇട്ട് നല്ല ചൂട് പുട്ടും ചൂട് ഹോർലിക്സും കൂടെ കഴിക്കാം. ഇന്ന് അത്താഴം നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിക്കാമെന്ന് പറഞ്ഞത് ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് ഇങ്ങനെ പറയുമ്പോഴും ഞാൻ വിചാരിച്ചിരുന്നില്ല എനിക്കിത് ഇത്രയും നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്റെ മനസ്സിൽ ഞാൻ എങ്ങനെയാണോ ഓട്സിന്റെ ചക്കപ്പുട്ട് രൂപകൽപ്പന ചെയ്തത് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് ആണെങ്കിൽ അപാരം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാവേ.